ഹായ് ഫ്രണ്ട്സ്, മൈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ നടന്ന ശ്രീലങ്ക ഓസീസ് മത്സരം, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ 171 റണ്ണാണ് ശ്രീലങ്കയ്ക്ക് മുന്നിൽ വിജയലക്ഷ്യമായിട്ട് ഉയർത്തിയത്. ഇന്നലെ ട്രാവിസ് ഹെഡും ഷോൺ മാർഷും തമ്മിൽ മികച്ചൊരു പാർട്ട്ണർഷിപ്പ് ഉണ്ടായിരുന്നു. എന്നാൽ ആ പാർട്ട്ണർഷിപ്പ് പൊളിഞ്ഞതിന് ശേഷം ഓസീസ് പെട്ടെന്ന് കൂപ്പുകുത്തുന്നതാണ് കണ്ടത്. മാക്സ്വെൽ 27 റൺ അടിച്ചു. പിന്നീട് ആർക്കും തന്നെ അങ്ങോട്ട് ഫോം ആവാനായിട്ട് സാധിച്ചില്ല. അവസാനം 181 റണ്ണിൽ ഓൾ ഔട്ട് ആവുകയാണ് ചെയ്തത്. പിന്നെ ശ്രീലങ്കയുടെ ഫീൽഡിങ്, മികച്ച ഫീൽഡിങ് ആയിരുന്നു ശ്രീലങ്ക. അവരുടെ ക്യാച്ചുകളും എന്തൊരു മനോഹരമായിട്ടുള്ള ക്യാച്ചുകളായിരുന്നു അവർ എടുത്തത്. ഗംഭീര ഫീൽഡിങ്, അത് പറയാതിരിക്കാൻ വയ്യ. അതുതന്നെയാണ് ഓസ്ട്രേലിയ ഇത്രയും ഒരു സ്കോറിൽ ഒതുക്കിയത്. അല്ലെങ്കിൽ 200-ൽ എബോവ് സ്കോർ ചെയ്യേണ്ടതായിരുന്നു. പിന്നെ ഏറ്റവും സന്തോഷം, ജയസൂര്യ ഒക്കെ നമ്മൾ സ്റ്റേഡിയത്തിൽ കാണുന്നുണ്ടായിരുന്നു. അവരുടെ നാട്ടിലാണ് കളി നടക്കുന്നത് എന്ന് തോന്നുന്നു. അപ്പോൾ ജയസൂര്യ കാണുന്നുണ്ടായിരുന്നു, കൈയടിക്കുന്നതൊക്കെ നല്ല കാഴ്ചകളായിരുന്നു. എന്നാൽ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് 182 വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്തിയ ശ്രീലങ്കയ്ക്ക് ആദ്യം തന്നെ കുശാൽ പെരേരയെ നഷ്ടപ്പെട്ടു. പക്ഷേ അത് കഴിഞ്ഞ് വന്ന കുശാൽ മെൻഡിസുമൊത്തും നിസംഗ മികച്ച ഷോട്ടുകളുമായിട്ട് നിസംഗ മുന്നേറിക്കൊണ്ടിരുന്നു. മെൻഡീസിനെ അവിടെ നിർത്തിക്കൊണ്ട് നിസംഗയുടെ മികച്ചൊരു ഇന്നിങ്സ്, അദ്ദേഹം സെഞ്ചുറി അടിക്കുകയും ചെയ്തു. മെൻഡീസും നിസംഗയും ചേർന്ന് ഉള്ള 97 റണ്ണിൻ്റെ മികച്ച പാർട്ട്ണർഷിപ്പാണ് ശരിക്കും ശ്രീലങ്കയ്ക്ക് വിജയത്തിലേക്കുള്ള അടിത്തറ പാകിയതെന്ന് വേണമെങ്കിൽ തീർച്ചയായിട്ടും പറയാം. 2 വിക്കറ്റുകൾ മാത്രമാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ടാണ് അവർ 182 റൺ എന്ന് പറയുന്ന വിജയലക്ഷ്യം 12 പന്ത് ബാക്കി നിൽക്കെ അവർ വിജയലക്ഷ്യം മറികടന്നു. ഇതോടുകൂടി ശ്രീലങ്ക വീണ്ടും 2 പോയിൻ്റ് കൂടി നേടി ഏകദേശം ഗ്രൂപ്പിൽ 1 സ്ഥാനക്കാരായി തന്നെ മുൻപോട്ട് പോകുമെന്ന് ഉറപ്പായിരിക്കുന്നു. 2 സ്ഥാനത്ത് ഇപ്പോൾ സിംബാബ്വേയാണുള്ളത്. കഴിഞ്ഞ തവണ സിംബാബ്വെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചിരുന്നു. ഇനി ഓസ്ട്രേലിയയുടെ കാര്യങ്ങൾ കണക്കിലെ കണികൾ വെച്ച് നോക്കണം. അതായത് ചൊവ്വാഴ്ച നടക്കുന്ന സിംബാബ്വെ അയർലൻഡ് മത്സരത്തിൽ എങ്ങനെയാണോ വിജയികൾ വരുന്നത് അതനുസരിച്ചായിരിക്കും. സിംബാബ്വെ ജയിച്ചാൽ പിന്നെ ഒന്നും നോക്കാനില്ല. അയർലൻഡ് ജയിക്കുകയാണെങ്കിൽ റൺ റേറ്റൊക്കെ നോക്കിയിട്ട് ആയിരിക്കും ഓസീസിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാക്കുക. എന്തായാലും ഓസ്ട്രേലിയ പഴയ ഓസ്ട്രേലിയ അല്ല എന്ന് വീണ്ടും തെളിഞ്ഞിരിക്കുകയാണ്. കാരണം പണ്ടത്തെ ഓസ്ട്രേലിയ അല്ല ഇപ്പോൾ. കാരണം ഇപ്പോൾ ഏത് ടീം വേണമെങ്കിലും ഓസ്ട്രേലിയയെ തോൽപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും മികച്ച ഒരു ക്രിക്കറ്റാണ് ഇപ്പോൾ ഈ 2020 വേൾഡ് കപ്പിൽ ശ്രീലങ്ക കാഴ്ചവെച്ചിരിക്കുന്നത്. എന്തായാലും അത് മുന്നോട്ട് പോകട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.